ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഇന്നൊരു ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ചുരിദാർ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി ഈ മെറ്റീരിയൽ ഇവിടെ ഇരിക്കുന്നു. നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. ഞാനിത് മക്കൾക്ക് രണ്ടുപേർക്കും തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി ക്ലോത്ത് വന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് അത് വെച്ചൊരു ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം അല്ലേ. ഞാൻ 1 ഇയർ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ് കേട്ടോ. 1 വർഷത്തെ ഓൺലൈനായിട്ടുള്ള കോഴ്സായിരുന്നു. അത്യാവശ്യം നന്നായി തന്നെ എനിക്ക് ആ ഒരു കോഴ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിലൂടെയാണ് ഞാൻ ഈ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇന്ന് എനിക്ക് ഇത്രയും അറിയുന്ന രീതിയിലേക്ക് ഞാൻ ആയിട്ടുള്ളത് ആ ഒരു കോഴ്സിലൂടെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെഷീനും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ സ്റ്റിച്ചിങ് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം, നമുക്ക് മുകൾ ഭാഗത്തും അതേപോലെ താഴ്ഭാഗത്തും പ്ലെയിനായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ടാവും. ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ക്ലോത്തുകൾ തയ്ച്ചിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് ഇതൊന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എന്തായാലും ആ ഒരു പോർഷൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ആ ഒരു കിട്ടണ അത്രയും ലെങ്ത്ത് അതിന് കിട്ടണ രീതിയിലാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആ ഒരു ഷോൾഡർ ഭാഗത്ത് നമുക്ക് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗവും കാണിക്കും. താഴെ നമ്മുടെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്തും ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഈ രീതിയിൽ അടിച്ച് നോക്കാം. നമുക്ക് വേണ്ട ലെങ്ത്ത് കിട്ടണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വർക്ക് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട ലെങ്ത്ത് അതിന് കിട്ടില്ല. ഞാനിപ്പോൾ ഈ ടോപ്പിന് ഫ്രണ്ട് ഭാഗത്തേക്ക് ആ ഒരു വർക്ക് വരുന്ന ഡിസൈനും ബാക്ക് ഭാഗത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തുമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ സ്ലീവിനും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം കുറച്ച് ഭാഗം സ്ലീവിന് കൊടുത്തിട്ട് ആ ഒരു വർക്ക് വരുന്ന മെറ്റീരിയൽ നമ്മൾ കയ്യിന് കരഭാഗമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവിനെ ജോയിൻ ചെയ്തതിന് ശേഷം ലൈനിങ്ങും ഒക്കെ ജോയിൻ ചെയ്തിട്ട് തയ്ക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് അടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും, നല്ല ഭംഗിയിൽ കിട്ടും. നമുക്ക് തയ്ക്കാനും എളുപ്പമാണ്. തയ്ച്ച് കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ട് ഉണ്ടാവും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇടാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഓരോ ഐറ്റംസും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇടാം കേട്ടോ. ഒരു സ്റ്റിച്ചിങ് ക്ലാസ് ആയിട്ട് തന്നെ നമ്മളിടാം. എംബ്രോയ്ഡറി ക്ലാസ്സുകളുടെ വീഡിയോസ് ഒരുപാട് നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ട്യൂട്ടോറിയലായിട്ട് തന്നെ നമ്മളെ ചാനലിൽ നമ്മളിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മക്കൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന അത്രയും ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വർക്കുകളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കണതും ആ ഒരു ടൈമാണ്. നമുക്ക് അത്രയും ടൈം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിന് നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ആവും ചെയ്യും. അപ്പോൾ നമ്മുടെ ചുരിദാർ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിക്കാണ് ഞാനിവിടെ തയ്ച്ചിട്ടുള്ളത്. സ്ലീവിൻ്റെ രണ്ടറ്റത്തും ആ ഒരു വർക്ക് വരുന്ന മോഡലാണ്. സ്ലീവ് പ്ലെയിനായിട്ട് സ്ലീവിൻ്റെ അറ്റത്താണ് ആ ഒരു വർക്ക് ഡിസൈൻ വരുന്നത്. കരഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട്. അതുപോലെ ബോട്ടം ഭാഗത്തും കുറച്ച് പ്ലെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ബോറൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിൽ ആഡാക്കിയിട്ടില്ല. ജസ്റ്റ് നിലത്ത് വിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരികയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയാണ്. ഈ ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ നാളെ നമുക്ക്
വേറൊരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.